ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഒരു ലോങ് ട്രിപ്പാണ് കേട്ടോ, തിരുവനന്തപുരത്തിലേക്ക്. അപ്പോൾ ട്രിവാൻഡ്രം പോകാനായിട്ട് ആദ്യം തന്നെ സമയം കണ്ടില്ലേ, 6:15 ആയിട്ടുണ്ട്. അപ്പം ആക്ച്വലി ട്രെയിൻ 7 o'clock ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വന്നിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു പാസഞ്ചർ ട്രെയിൻ പിടിച്ചു. കന്യാകുമാരിയിലോട്ടാണെന്ന് തോന്നുന്നു ഈ ട്രെയിൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുൾ ഒന്നും അങ്ങനെ വലിയ തിരക്കില്ലാത്തൊരു ട്രെയിനായിരുന്നു. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് പോയി. അപ്പോൾ അവർ രണ്ടുപേരൊക്കെ അവിടുത്തെ പുറത്തത്തെ നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തി. കുറച്ച് ഞങ്ങൾ ആഹാരം കഴിച്ചു. അപ്പോൾ മെയിൻ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിലോട്ട് വന്ന് തന്നെ നമ്മുടെ പിള്ളേർക്ക് സൂ കാണിക്കാനായിരുന്നു. രഞ്ജിത്ത് കുറേ ആയിട്ട് സൂ ഇവിടെ ഉണ്ട്, സൂ ഭയങ്കര നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആനിമൽസിനൊക്കെ കാണാൻ കിട്ടി. പക്ഷേ ഭയങ്കര ചൂടും വെയിലൊക്കെ ആയിരുന്നു. ഈ കണ്ണ് മുഖത്ത് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ. എന്താ വെച്ചാൽ ഇത് ഭയങ്കര വലിയ സൂ ആയിരുന്നു കേട്ടോ, കറങ്ങി മതിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് നിന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചൂട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേർത്ത് ഒരു പരുവമായി. പിന്നെ നമുക്കിത് ആദ്യം തന്നെ ഇവിടെ ഒരു കാണാൻ കിട്ടി. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഇതിനെയൊക്കെ കണ്ട് ഒരു ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഇവരെയാണ് കാണാൻ കിട്ടുക. ഞാൻ പേര് ഓർക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ പറയണില്ല കേട്ടോ. അങ്ങനെ കുറേ നേരം കറങ്ങി. പിന്നെ ഇവരൊരു പോണ്ട് പോലെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ടോട്ടോയ്സും അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് മൂവ് ചെയ്തപ്പോൾ നമുക്ക് ബെയറിനെ കാണാൻ കിട്ടി. അപ്പോൾ ഇത് വൈൽഡ് ബെയറാണെന്ന് തോന്നുന്നു. സോ അതിനെയൊക്കെ കണ്ട് അത് അവിടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടൈഗറാണ് കേട്ടോ. ടൈഗറും കണ്ടു, ലെപ്പേർഡ്. ഇത് ലെപ്പേർഡായിരുന്നു ഇപ്പോൾ കാണിച്ചത്. ഞാനിപ്പോൾ പോണത് ടൈഗറിനോട്ടായിരുന്നു. ടൈഗർ വിശന്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒച്ച കേട്ടിട്ട് ഇത് ആരാ ഉണ്ടാക്കുന്നത് നോക്കി പോയപ്പോഴാണ് ഇവിടെ ഒരാളിരിക്കുന്നു, ടൈഗർ. അപ്പം അതിനെയൊക്കെ കാണാൻ കിട്ടി കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ലൈനിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതങ്ങ് ദൂരെ പോയിരിക്കുമായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഇതൊരു ബട്ടർഫ്ലൈ ഗാർഡനാണ്. പക്ഷെ ഒറ്റ ബട്ടർഫ്ലൈ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു വാക്ക് ഏരിയ നല്ലൊരു സുഖമുള്ള, നല്ല തണുപ്പും നല്ല രസമായിരുന്നു ഇതിൽ കൂടെ നടന്നു പോകാൻ. ബട്ടർഫ്ലൈ ഗാർഡൻ ആണെങ്കിലും ഒരു 1-2 ബട്ടർഫ്ലൈനെ കണ്ടുള്ളൂ, വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്ത് ഞങ്ങൾ ഇതിനകത്തോട്ട് കയറി പോണ ഒരു റെപ്റ്റൈൽസിൻ്റെ ഇതിലേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഐ തിങ്ക് പൈത്തനോ അങ്ങനെ എന്തോ ആയിരുന്നു കണ്ടത്. അപ്പോൾ അവിടെ ശരിക്കും കണ്ടതിന് ഒരു ചുറ്റിക്കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ആളവിടെ. അപ്പോൾ അതിനെ കണ്ടു. ഇതിനകത്ത് കയറിയപ്പോഴായിരുന്നു എനിക്കൊരു ശ്വാസം വീണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അധികം തന്നെ കുറച്ചൊന്ന് മെല്ലെ സമയം എടുത്തിട്ടായിരുന്നു ഇതിനകത്തോട്ട് പോയത്. അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. എന്താ വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു ഇന്ത്യൻ റോക്ക് പൈത്തൺ ആയിരുന്നു. നിങ്ങൾക്ക് കാണണ്ടോയെന്നറിയില്ല, എവിടെയോ ആൾ ഒളിച്ചിരിക്കണ്ടായിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ കണ്ടത് ഐ തിങ്ക് ഇറ്റ്സ് എ കോബ്ര ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ എനിക്കത് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇത് നമ്മൾ നെക്സ്റ്റ് അക്വേറിയം പിള്ളേർക്ക് കാണണം. ഞങ്ങൾ ആക്ച്വലി ടയേർഡായിരുന്നു, എനിക്ക് ഒട്ടും പോകണം എന്നുണ്ടായിരുന്നില്ല. പക്ഷേ വേദുവിന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ അക്വേറിയത്തിൽ കയറി കുറച്ച് മീനുകളൊക്കെ കണ്ടു. നല്ല രസം ഉണ്ടായിരുന്നു ആക്ച്വലി. പിന്നെ ഇത് ഒരു ഉച്ചയും കൂടെ ആയതുകൊണ്ട് ആഹാരവും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു വിശപ്പും എല്ലാം കൂടെ ആയപ്പോൾ മതിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അക്വേറിയമൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഈ മീനുകളെ കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള മീനുകൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ റിസോർട്ട് ആക്ച്വലി വടകരയല്ല, വർക്കലയായിരുന്നു കേട്ടോ റിസോർട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വർക്കലയിലെത്തി.
ഒരു ബീച്ച് റിസോർട്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു റിസോർട്ടായിരുന്നു കേട്ടോ. എത്തിയപ്പോൾ നല്ല രീതിയിൽ ടയേർഡായിരുന്നു. ഞങ്ങൾ ആഹാരം ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. 2 ഫാമിലിയും കൂടെ ഞങ്ങളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ജോയിൻ ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ഒറ്റ ഒരു ഫുൾ നമുക്ക് തന്നെ അവിടെ 3 ഇതും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഒന്ന് സെറ്റൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ പോണത് നമ്മൾ ഫുഡിന് തപ്പാൻ നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കാനായിരുന്നു കേട്ടോ. ഇതൊരു ക്ലിഫ് പോലെ ഇങ്ങനെ മോളി ഭാഗം താഴെ ബീച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങളൊരു നൂഡിൽസും ഫ്രൈഡ് റൈസും പിന്നെ പ്രോൺസും ഒക്കെ തവ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അവിടുന്ന് കഴിച്ച് എത്തിയപ്പോഴേക്കും അവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ 2 ഫാമിലി ഫ്രണ്ട്സ്. അങ്ങനെ വൈകുന്നേരം കട്ട്ലറ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ആസ്വദിച്ച് ഈ ഒരു ഏരിയയിൽ ഇരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കണം ഇനിയും വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എന്താ വെച്ചാൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിച്ച് ആസ്വദിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളിത് എങ്ങനെ ഇറങ്ങിയിട്ടോ ഈ ഒരു ബീച്ച് സൈഡ്. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റും പിന്നെ ഈ ഒരു സീനറി വേർത്തിട്ടായിരുന്നു. പക്ഷേ സൺസെറ്റ് കാണാൻ പറ്റിയില്ല, അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു സീനറി ആയിരുന്നു. ഞാൻ ആക്ച്വലി വർക്കല ബീച്ച് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. വർക്കല തന്നെ ഫസ്റ്റ് ടൈമായിരുന്നു വരുന്നത്. അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഗോവയിൽ ബീച്ച് കണ്ട് മടുത്തോണ്ട്, പക്ഷേ ഇതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ സൈഡിൽ കൂടെ നമുക്ക് കുറേ ഇങ്ങനെ കടകളുണ്ടായിരുന്നു കേട്ടോ, സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട്. അതൊന്നും ഞങ്ങൾ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നില്ല. ഡയറക്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ പോകണ്ടായിരുന്നത്. ഇവിടെ തന്നെ ഒരു സീ വ്യൂ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടെ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട്. ഇതിലൊരു ഫാമിലി ഫ്രണ്ട് ആക്ച്വലി രഞ്ജിത്തിൻ്റെ കൂടെ പഠിച്ച 2 ഫ്രണ്ട്സാണ് കേട്ടോ. CMSൽ കോയമ്പത്തൂർ പഠിച്ച 2 ഫ്രണ്ട്സാണ്. അപ്പോൾ അവരും അവരുടെ വൈഫും കൂടെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു സീ വ്യൂ റെസ്റ്റോറൻറ്റിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ആക്ച്വലി ഒരാൾ നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി ടോപ്പായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ടോപ്പിൽ പോയപ്പം അവിടെ ആക്ച്വലി ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി അതേപടി വന്നു. ടോപ്പ് വ്യൂ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി, പക്ഷെ പിന്നെ കിട്ടിയില്ല അവിടെ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ കോക്ടെയിൽസൊക്കെ ഓർഡർ ചെയ്തു, പിള്ളേർക്ക് ജ്യൂസ് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആസ് എ സ്റ്റാർട്ടർ ഞങ്ങൾ ചിക്കൻ ലോലിപോപ്പും പിന്നെ എനിക്ക് തോന്നുന്നു ഫിഷ് തവ ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് വാസ് വെരി ഗുഡ്, ടേസ്റ്റി ആയിരുന്നു. പിന്നെ പ്രോൺസ് ഗാർലിക്കും. പിന്നെ ഒരാൾ സീസ്ലർ ഓർഡർ ചെയ്തതായിരുന്നു, പക്ഷേ സീസർ സലാഡ് ഓർഡർ ചെയ്തായിരുന്നു, പക്ഷെ വന്നത് സം കൈൻഡ് ഓഫ് സീസ്ലർ ആയിരുന്നു. അപ്പോൾ കൺഫ്യൂഷനിലായിപ്പോയി ഇത് എന്താണെന്നുള്ളത്. അപ്പം എന്നോട് രഞ്ജിത്ത് പറഞ്ഞു ചിലപ്പം പിള്ളേർക്ക് നൂഡിൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, നൂഡിൽസ് ആണോ എന്ന്. പക്ഷെ ആകെ കൂടെ കൺഫ്യൂഷനായി. പിന്നെ അറ്റ്ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇത് നൂഡിൽസ് അല്ല, എന്തൊക്കെയായാലും ഇത് സീസ്ലർ സംഭവം എന്തോ ആണ്. ഈ ആളാണ് ഓർഡർ ചെയ്തത്, ഹരി. അപ്പോൾ പിന്നെ ആക്ച്വലി പിന്നെ ലാസ്റ്റ് കഴിച്ച് തീർത്തു എന്തൊക്കെയായാലും. ഇത് പിറ്റേ ദിവസത്തെ ഒരു ക്ലിപ്പായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഞങ്ങൾ പിള്ളേർക്ക് വേണ്ടി നമ്മൾ ലുലു മോളിൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഫൺ ടൂറയിൽ കയറാനായിട്ട്. അപ്പം അവരും അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ എൻജോയ്മെൻ്റ് ഒന്നും ചെയ്യാൻ കിട്ടിയില്ലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അവർ എൻജോയ് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ കൂടെ രഞ്ജിത്ത് ബോളിങ്ങിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിത് ശീലമില്ലാത്തതുകൊണ്ട് ഞാനിത് ചെയ്യാനും പോയില്ല കേട്ടോ. അപ്പം ആളും ആളുടെ ഫ്രണ്ടും കൂടെ ആയിരുന്നു ചെയ്യണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുത്തെ പാലസ് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലത്ത് നടന്ന് എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ കുതിരമാളിക. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് തന്നെ. അപ്പം അത് കുതിരയുടെ ഒരു ഷേപ്പ്, ആ ഒരു എന്താ പറയുക, ഞാനിപ്പോൾ ഈ ഫോക്കസിൽ കാണിക്കുന്നത് ഇതിനൊരു കുതിരയുടെ ഒരു ഇതുണ്ട്, ഷേപ്പുണ്ട്, കുതിരയാണത്. അപ്പം അത് കാരണമാണെന്ന് തോന്നുന്നു ഇതിന് കുതിരമാളിക എന്ന് പേരിട്ടത്. ഇതിൻ്റെ അകത്ത് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് കയറിയില്ല, ചെയ്തില്ല. പിന്നെ സെക്രട്ടേറിയറ്റൊക്കെ കണ്ട്
പിന്നെ കുറച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചില്ല. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് നമ്മളിതാ ഇവിടെ ഒരു ബീച്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ബീച്ചിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കൊല്ലത്തന്നെ ഇതൊരു ബീച്ചാണ്. അപ്പം ബീച്ചിലൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് പോന്നു. അങ്ങനെ ബീച്ചിലൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ്